ചോദ്യപേപ്പർ ചോർച്ചയിൽ MS സൊല്യൂഷൻസിനെതിരെ അന്വേഷണം. താമരശ്ശേരി ഡിവൈഎസ്പിയുടെ മേൽനോട്ടത്തിലാണ് അന്വേഷണം. താമരശ്ശേരി SHO അന്വേഷിക്കും. ഇന്ന് മന്ത്രി വി ശിവൻകുട്ടിയുടെ അധ്യക്ഷതയിൽ ഉന്നതതല യോഗവും ചേരുന്നുണ്ട്. സുനിഷ അയ്യല്ലൂർ ചേരുന്നു കൂടുതൽ വിവരങ്ങളുമായി. സുനിഷ അയ്യല്ലൂർ, ഒടുവിൽ MS സൊല്യൂഷൻസിനെതിരെ കേസെടുത്ത് അന്വേഷിക്കാൻ തീരുമാനിച്ചിരിക്കുകയാണ്. എന്താണ് കൂടുതൽ വിവരങ്ങൾ സുനിഷ? അരുൺ, കഴിഞ്ഞ ദിവസമാണ് MS സൊല്യൂഷനെതിരെ KSU ഇത്തരത്തിൽ പരാതി നൽകിയത്. അന്വേഷിച്ച് നടപടിയെടുക്കണമെന്നൊരു ആവശ്യം ഉന്നയിച്ചിരുന്നു. ഏതായാലും ഈ പരാതിയിന്മേലാണ് ഇപ്പോൾ അന്വേഷണം പ്രഖ്യാപിച്ചിരിക്കുന്നത്. താമരശ്ശേരി ഡിവൈഎസ്പിയുടെ നേതൃത്വത്തിൽ താമരശ്ശേരി SHO ആണ് ഈ അന്വേഷണം നടത്തുക എന്നതാണ്. ഏതായാലും കേസെടുത്ത് അന്വേഷണം നടത്താൻ തീരുമാനിച്ചൊരു പശ്ചാത്തലത്തിൽ ഇനി മൊഴിയെടുക്കുന്നതടക്കമുള്ള കാര്യങ്ങളിലേക്ക് കടക്കുമെന്നതാണ് കരുതുന്നത്. KSU വലിയൊരു പ്രക്ഷോഭത്തിലേക്ക് കടക്കുമെന്നതടക്കം നേരത്തെ തന്നെ പറഞ്ഞിരുന്നു. സംസ്ഥാന വ്യാപകമായ പ്രതിഷേധം ഈ വ്യാഴാഴ്ച സെക്രട്ടേറിയറ്റിന് മുന്നിൽ പ്രതിഷേധ മാർച്ച് അടക്കം സംഘടിപ്പിക്കുമെന്ന് അറിയിച്ചിരുന്നു. ഒപ്പം തന്നെ ഈ വിഷയത്തിൽ ഏതായാലും അന്വേഷണം പ്രഖ്യാപിച്ചൊരു പശ്ചാത്തലത്തിൽ ഇനി ഇവർക്കെതിരെ നടപടി ഉണ്ടാകുമെന്നാണ്, അന്വേഷണം തുടരുമെന്നുള്ളത് തന്നെയാണ് മനസ്സിലാക്കുന്നത്. MS സൊല്യൂഷൻ ഏതായാലും താൽക്കാലികമായി അവരുടെ പ്രവർത്തനം നിർത്തിവെച്ചിട്ടുണ്ട്. പക്ഷേ എന്താണ് ഈ KSU പറയുന്നത് പോലെ അവരുടെ സാമ്പത്തിക സ്രോതസ് എന്താണ്? ഇത്തരം ഈ വിദ്യാഭ്യാസ മേഖലയിലെ പല പരിപാടികൾക്കും ഇവർ ഇടനിലക്കാരായി പ്രവർത്തിക്കുന്നുണ്ടോ? അങ്ങനെ നിരവധി ചോദ്യങ്ങൾ ബാക്കിയാണ്. ഈ ചോദ്യപേപ്പർ ചോർന്നത് എവിടെ നിന്നാണ്? വിദ്യാഭ്യാസ വകുപ്പിലെ ജീവനക്കാരാണോ, അധ്യാപകരാണോ, വിരമിച്ച അധ്യാപകരാണോ തുടങ്ങി നിരവധി ചോദ്യങ്ങളുണ്ട്. ഈ ചോദ്യങ്ങൾക്കൊക്കെ തന്നെയും ഉത്തരം ലഭിക്കേണ്ടതുണ്ട്. ഈ പറഞ്ഞതുപോലെ MS സൊല്യൂഷനെതിരെ അന്വേഷണം പോകുമ്പോൾ അവരുടെ ഈ വാട്സപ്പ് സന്ദേശങ്ങൾ, അവരുടെ ഫോണുകൾ അടക്കം പരിശോധിക്കേണ്ടതുണ്ട് എന്നതാണ്. അതിലേക്കടക്കം കടക്കുമെന്നതാണ് കരുതുന്നത്. അതിന് സമാന്തരമായി തന്നെ ഇവിടെ വിദ്യാഭ്യാസ വകുപ്പിൻ്റെ ഒരു അന്വേഷണവും വിവരശേഖരണവും ഒക്കെ നടക്കുന്നുണ്ട് എന്നതാണ്. ഇന്ന് ഉന്നതതല യോഗവും ചേരുന്നുണ്ട്. മന്ത്രിയുടെ അധ്യക്ഷതയിൽ വൈകുന്നേരം 4 മണിക്കാണ് യോഗം ചേരുന്നത്. ഈ യോഗത്തിൽ ഈ വിദ്യാഭ്യാസ ഡയറക്ടർ, എഡ്യൂക്കേഷൻ ഡയറക്ടർ അടക്കമുള്ളവർ പങ്കെടുക്കുന്നുണ്ട്. കൃത്യമായി ഏത് രീതിയിൽ നടപടിയെടുക്കാം, ഇനി പഴുതില്ലാതെ ഈ പഴുതടച്ച ഒരു അന്വേഷണം എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ എങ്ങനെ ഈ ചോദ്യപേപ്പർ ചോർന്നു, ഇതിൽ ആർക്കൊക്കെ പങ്കുണ്ട്, ഇതെങ്ങനെ കണ്ടെത്താം, ഇതിനി ആവർത്തിക്കാതിരിക്കാൻ എന്തൊക്കെ ചെയ്യാം, ഈ സുരക്ഷ ഒരുക്കണമെന്നുള്ള ആവശ്യം. കാരണം വാർഷിക പരീക്ഷയ്ക്ക് കൃത്യമായ സുരക്ഷാ സംവിധാനങ്ങൾ ഉണ്ടെങ്കിൽ പോലും ഈ പാദവാർഷിക പരീക്ഷയിലെ ചോദ്യപേപ്പർ സംരക്ഷിക്കുന്നതുമായി ബന്ധപ്പെട്ട് അച്ചടിക്കുന്നതായാലും അത് വിതരണം ചെയ്യുന്നതുമായാലും അത്ര അതീവ സുരക്ഷിതത്വമല്ല എന്നൊരു അഭിപ്രായം കൂടി ഉയരുന്നുണ്ട്. അതെങ്ങനെ മാറ്റം വരുത്താം എന്നതടക്കമുള്ള കാര്യങ്ങൾ ഏതായാലും യോഗത്തിൽ ചർച്ചയാകുമെന്നത് തന്നെയാണ്. ഇന്ന് വൈകുന്നേരം യോഗം ചേരുന്നുണ്ട്. ഏതായാലും അന്വേഷണം പ്രഖ്യാപിച്ചൊരു പശ്ചാത്തലത്തിൽ MS സൊല്യൂഷനെതിരെ കൃത്യമായ നടപടികളിലേക്ക് കടക്കുമെന്നാണ് കരുതുന്നത്. പോലീസിന്റെയും വിദ്യാഭ്യാസ വകുപ്പിന്റെയും അന്വേഷണം സമാന്തരമായി നടക്കുമ്പോൾ കൃത്യമായി ആരാണ് ചോദ്യപേപ്പർ ചോർത്തിയതെന്നും MS സൊല്യൂഷന് ഇത് ഏത് വഴിയാണ് കിട്ടുന്നത് എന്നതിലടക്കമുള്ള ഒരു വ്യക്തതയാണ് കരുതുന്നത്. ഇത് ആദ്യത്തെ സംഭവമല്ലെന്നും ഇതിനു മുൻപും ഓണപരീക്ഷയ്ക്ക് ചോർന്നിട്ടുണ്ട്, ക്രിസ്തുമസ് പരീക്ഷയ്ക്ക് ചോർന്നിട്ടുണ്ട്. ചോർത്തുന്നത് MS സൊല്യൂഷൻസ് മാത്രമല്ലെന്നും മറ്റ് ചില പരിശീലന കേന്ദ്രങ്ങൾ കൂടി ഇതേപോലെ അർദ്ധവാർഷിക പരീക്ഷയുടെയൊക്കെ ചോദ്യപേപ്പർ ചോർത്തി വിദ്യാർത്ഥികളെ ആകർഷിക്കാറുണ്ട് എന്നുള്ളതും ഇപ്പോൾ വിദ്യാഭ്യാസ വകുപ്പിന് ഏറെക്കുറെ ബോധ്യമായിട്ടുണ്ടാകുമല്ലോ. അങ്ങനെയാണെങ്കിൽ ഈ അന്വേഷണം MS സൊല്യൂഷൻസിൽ മാത്രമായി നിജപ്പെടുത്തുന്നത് ശരിയാണോ? മറ്റു സ്ഥാപനങ്ങളെക്കുറിച്ച് കൂടി അന്വേഷണം വേണ്ടതല്ലേ സുനിഷ? ഉറപ്പായിട്ടും അത് ആവശ്യമാണ് എന്നതാണ്. കാരണം MS സൊല്യൂഷൻ നിലവിൽ ഇപ്പോൾ MS സൊല്യൂഷൻ്റെ ചോദ്യപേപ്പർ ഈ ക്രിസ്മസ് പരീക്ഷയുമായി ബന്ധപ്പെട്ടുകൊണ്ട് പുറത്തു വന്നത് MS സൊല്യൂഷനിലൂടെ ആയതുകൊണ്ട് മാത്രം MS സൊല്യൂഷനിലേക്ക് കേന്ദ്രീകരിക്കുക എന്നതാണ്, കേന്ദ്രീകരിച്ചുകൊണ്ട് ഒരു അന്വേഷണം എന്നുള്ളതാണ് നിലവിൽ പറയുന്നത്. പക്ഷേ ഈ പറഞ്ഞതുപോലെ മറ്റ് ഓൺലൈൻ ട്യൂഷൻ സെൻ്ററുകളുണ്ട്. ഇതേപോലെ പ്രവർത്തിക്കുന്ന ഈ വാട്സപ്പിൽ ഈ പറയുന്നത് വിദ്യാഭ്യാസ വകുപ്പ് തന്നെ പറയുന്നത് ചില വിദ്യാർത്ഥികൾക്ക് ഈ ട്യൂഷൻ സെൻ്ററുകളിൽ നിന്ന് വാട്സപ്പ് മെസ്സേജായി തന്നെ ചോദ്യപേപ്പർ നൽകുന്നത് അടക്കമുള്ള കാര്യങ്ങൾ ഉണ്ടായിട്ടുണ്ട് എന്നതാണ്. അങ്ങനെയെങ്കിൽ ഗൗരവത്തോടെ തന്നെ ഇതേ രീതിയിൽ പ്രവർത്തിക്കുന്ന MS സൊല്യൂഷനെ പോലെ തന്നെ പ്രവർത്തിക്കുന്ന നേരത്തെ ഈ സൈലം അടക്കമുള്ള സ്ഥാപനങ്ങൾക്കെതിരെ വ്യാപകമായ പരാതി ഉയർന്നിരുന്നു. അങ്ങനെയുള്ളൊരു പശ്ചാത്തലത്തിൽ ഇതേ രീതിയിൽ തന്നെ ഓൺലൈൻ ട്യൂഷൻ സ്ഥാപനങ്ങൾക്കെതിരെ ഇത്തരത്തിൽ ഈ ചോദ്യപേപ്പർ ചോരുന്ന ഈ പറയുന്നത് പോലെ SSLC +1 +2 ഒപ്പം തന്നെ ഹൈസ്കൂളിലെ അടക്കം ചോദ്യപേപ്പർ ഇവർക്ക് ലഭിക്കുന്നുണ്ട് എന്നതാണ് മനസ്സിലാക്കുന്നത്. അങ്ങനെയുള്ള എല്ലാ സ്ഥാപനങ്ങൾക്കെതിരെയും കൃത്യമായ നടപടി വേണമെന്നതാണ് ഇവർ പറയുന്നതും. ഈ അധ്യാപക സംഘടനകളോടൊക്കെ സംസാരിക്കുമ്പോൾ പറയുന്നത് ഈ പ്രൈവറ്റ് സ്ഥാപനങ്ങളോട് എന്താണ് ഇത്ര നടപടിയെടുക്കാനുള്ള ഒരു കാലതാമസം എന്നുള്ളതാണ്. അത് തന്നെയാണ് ചോദ്യമായി ഉയരുന്നത്. ഏതായാലും ഇനി അങ്ങനെ ഒരു കാലതാമസം ഉണ്ടാകില്ല എന്നതാണ് കരുതുന്നത്. MS സൊല്യൂഷനിലേക്ക് അന്വേഷണം കടക്കുമ്പോൾ അത് മറ്റ് സ്ഥാപനങ്ങളിലേക്ക് കൂടി നീളുമെന്നത് തന്നെയാണ്. MS സൊല്യൂഷൻ്റെ സ്രോതസ് പരിശോധിക്കുന്നു. അതിനുശേഷം തന്നെ മറ്റ് ഓൺലൈൻ സ്ഥാപനങ്ങൾ ആരൊക്കെയാണ് ഇത്തരത്തിൽ ചോദ്യപേപ്പർ ചോർത്തുന്നത്, ആർക്കൊക്കെയാണ് ഇത്തരത്തിൽ വിദ്യാഭ്യാസ വകുപ്പിലെ ജീവനക്കാരിൽ നിന്നും ഇത്രയും ആക്സസ് ഉള്ളത് എന്നതടക്കമുള്ള കാര്യങ്ങൾ പരിശോധിക്കും. അവർക്കെതിരെയും നടപടി ഉണ്ടാകുമെന്നത് തന്നെയാണ് വിദ്യാഭ്യാസ വകുപ്പ് നിലവിൽ അറിയിക്കുന്നത്. അരുൺ.
അതായത് വകുപ്പ് തലത്തിൽ ഒരു അന്വേഷണം നടക്കുന്നു, കൂടാതെ MS സൊല്യൂഷൻസിനെതിരെ KSU കൊടുത്ത പരാതിയിലും അന്വേഷണം നടക്കുന്നുവെന്നാണ് മനസ്സിലാക്കുന്നത്. ഇതുകൂടാതെ മറ്റ് പരിശീലന കേന്ദ്രങ്ങളും ഇപ്പോൾ അന്വേഷണത്തിന്റെ റഡാറിലേക്ക് വരേണ്ടതുണ്ട്. അപ്പോൾ സമഗ്രമായൊരു അന്വേഷണമാണ് ആവശ്യം. ഇതിലെ മാഫിയയെ പൂർണ്ണമായിട്ടും കണ്ടെത്തുക എന്നുള്ളതാണ്. അങ്ങനെയാണെങ്കിൽ ഇത് കുറച്ച് കാലങ്ങളായിട്ട് തുടരുന്നൊരു പ്രതിഭാസമാണെന്നും ഇത്തരം കമ്പനികൾ കുറുക്കുവഴിയിലൂടെ ലാഭം കണ്ടെത്താൻ വേണ്ടിയാണ് ഈ ചോദ്യപേപ്പറുകൾ ചോർത്തുന്നത്. വലിയ പരീക്ഷയുടേതല്ല, അർദ്ധവാർഷിക പരീക്ഷയുടേതൊക്കെ ആവുമ്പോൾ സ്വാഭാവികമായിട്ടും അത് ചോരാനുള്ള സാധ്യതയില്ല. മാത്രമല്ല സുനിഷ, ഇവിടെ MS സൊല്യൂഷനെ പറ്റിയ അബദ്ധം, അവർ ചോദ്യപേപ്പറിൻ്റെ നമ്പറും ക്രമം പോലും തെറ്റിക്കാതെ യൂട്യൂബിലിട്ടു എന്നതാണ്, അല്ലേ? അതെ അരുൺ, അതെ. നമ്മൾ ഈ +1 ഗണിത അധ്യാപകരൊക്കെ തന്നെ നമുക്ക് ഈ ചോദ്യപേപ്പർ ഇട്ട് തരുമ്പോൾ അവരും പറയുന്നൊരു അതിശയം ഇതാണ്. അതായത് ഇതിൻ്റെ ചോദ്യ നമ്പറുകൾ മാറിയിട്ടില്ല, ഇതിൽ ഈ പറയുന്ന ഡിജിറ്റുകൾ മാറ്റിയിട്ടില്ല. ഒരു പക്ഷേ കൃത്യമായി ഈ കണക്ക് എക്സാമിൻ്റെ ഒക്കെ കാര്യങ്ങൾ നോക്കിയാൽ ഒന്നാമത്തെ ചോദ്യം ഇതായിരിക്കും എന്ന് പറഞ്ഞുകൊണ്ട് കൊടുക്കുന്നു. അത് തന്നെ നാളത്തെ പരീക്ഷാ പേപ്പറിൽ ഒന്നാമത്തെ ചോദ്യമായി മാറുന്നു എന്നതാണ്. അങ്ങനെ നിരവധി ഉദാഹരണങ്ങൾ ഈ പറയുന്നത് പോലെ cos 75, sin 75 അതിൻ്റെയൊക്കെ വാല്യൂ കാണാൻ പറയുമ്പോൾ കൃത്യമായി വട്ടമിട്ടുകൊണ്ട് നിങ്ങൾക്ക് നാളെ ചോദിക്കാൻ പോകുന്നത് cos 75ൻ്റെ വാല്യൂ ആണ്. അങ്ങനെ ഓരോ കാര്യങ്ങളും കൃത്യമായി വട്ടമിട്ട് പറഞ്ഞുകൊണ്ട് തന്നെ പ്രഡിക്ഷൻ എന്ന പേരിൽ പറയുന്നു എന്നതാണ്. കൃത്യമായി അത് കാണുമ്പോൾ തന്നെ ആളുകൾക്ക് മനസ്സിലാകും എന്താണ് നാളെ വരാൻ പോകുന്ന ചോദ്യപേപ്പറിൻ്റെ അക്കം പോലും മാറാതെ ഇന്ന് ഇവർ പ്രഡിക്ഷനായി പറയുമ്പോൾ കൃത്യമായി ഇതാരോ ചോർത്തി നൽകിയതാണ്, ചോദ്യപേപ്പർ കൃത്യമായി ഇവരുടെ കയ്യിൽ കിട്ടിയിട്ടുണ്ട് എന്ന് വ്യക്തമാകുന്നത് തന്നെയാണ്. അതിലും വലിയൊരു രസമെന്ന് പറയുന്നത് SSLC പരീക്ഷയുടെ ഇംഗ്ലീഷുമായി ബന്ധപ്പെട്ടുകൊണ്ടാണ്. ഈ ക്യാരക്ടർ സ്കെച്ച് അടക്കം തയ്യാറാക്കാൻ പറയുന്നതിൽ നാളെ നിങ്ങൾ എഴുതി വെച്ചോളൂ, ഈ പാഠത്തിലെ ഈ കഥാപാത്രത്തെയാണ് നിങ്ങൾക്ക് ഈ ക്യാരക്ടർ സ്കെച്ച് എഴുതാൻ വരുന്നത്, നോട്ടീസ് എഴുതാൻ വരുന്നതിൽ കൃത്യമായി ഈ പാഠത്തിലെ ലിറ്ററേച്ചർ ഫെസ്റ്റിനെ കുറിച്ചായിരിക്കും എഴുതാൻ പറയുക. അങ്ങനെ എന്താണോ ചോദ്യപേപ്പറിൽ വന്നത് അത് തന്നെ ഇപ്പുറത്ത് ഇവർ പ്രഡിക്ഷനായി പറയുന്നു എന്നതാണ് സംശയമായി ഉയരുകയും ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് അധ്യാപകർ ഈ വിഷയത്തെ, കാരണം കുട്ടികളടക്കം വന്ന് പറയുകയാണ് ഈ MS സൊല്യൂഷൻ എന്ന ഈ യൂട്യൂബ് ചാനൽ കണ്ടിട്ട് കൃത്യമായി പരീക്ഷ എഴുതാൻ പറ്റുന്നു എന്നുള്ളത്. അതായത് ഇതിൽ വരുന്ന ഇവർ പറയുന്ന പ്രഡിക്ഷൻ തന്നെയാണ് പരീക്ഷാ പേപ്പറിൽ വരുന്നതെന്ന് പറയുമ്പോൾ അങ്ങനെയാണ് ഇത് ശരിക്കും ശ്രദ്ധയിലേക്ക് മാറുന്നതും ഈ അന്വേഷണത്തിലേക്ക് അടക്കം ഇപ്പോൾ കടക്കുകയും ചെയ്തിട്ടുള്ളത്. അരുൺ, ശരി.